ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തലയൊക്കെ പൊട്ടിച്ച് അനി വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അനിയുടെ ആ ഒരു തലയുടെ ഒരു അവസ്ഥയൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. എന്തു പറ്റി മോനെ, എന്തു പറ്റി മോനെ എന്നിങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കുന്നേ. അപ്പോഴൊന്നും അനി ഒന്നും മിണ്ടുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ അനാമിക അനന്തപുരി തറവാട്ടിലേക്ക്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വീട് കണ്ടപ്പോഴത്തേക്കും അനാമിക ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് ഭയങ്കരമായ വീടാണല്ലോ. ഇത്രയും വലിയ കൊട്ടാരത്തിലാണ് അനി താമസിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിക ഓടി അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ഈ ആരെ വന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അനാമിക ഓടി അകത്തേക്ക് കയറി ചെല്ലും. അപ്പോൾ അനി ഇങ്ങനെ തലയിൽ വേദനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓടി കയറി ചെന്നിട്ട് എന്താ പറ്റിയേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് ആരെ കയറി വരുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനാമിക ഓടി വന്ന് നമ്മുടെ അനിയുടെ കയ്യിൽ പിടിച്ചു. എന്താ അനി ഇതെങ്ങനെ തല പൊട്ടിയേ? ഞാൻ എത്രയോ പ്രാവശ്യം അനിയെ വിളിച്ചു, ഇതെന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഒന്നും പറ്റിയില്ലെന്ന് അനി ഇങ്ങനെ നിന്ന് ചമ്മി പറയാം. കാരണം എല്ലാവരും അടുത്തുണ്ടല്ലോ. അപ്പം ചമ്മി ഇങ്ങനെ നിൽക്കുവാണ്. ഒന്നും പറ്റാഞ്ഞിട്ടാണോ ഇപ്പോൾ ഇത് തലയിൽ ഇത് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു. ബൈക്കിൽ നിന്ന് വീഴാനോ? അപ്പോഴേക്കും ഇവർക്കാർക്കൊന്നും പറയാനുള്ളൊരു അവസരം അനാമിക കൊടുക്കണില്ല കേട്ടോ. അനാമിക തന്നെ കയറി എല്ലാം സംസാരിക്കുക. അപ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണെന്നോ? അതെങ്ങനെയാണ് ബൈക്കിൽ നിന്ന് അങ്ങനെ വീണത്? അത് പിന്നെ ഞാൻ സ്ലിപ്പായി പോയതാണെന്നൊക്കെ അനി പറഞ്ഞു. എന്താ ഇത്, ഈ റോട്ടിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിക്കുന്നത് എത്ര അപകട. അനിയോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബൈക്കൊക്കെ പതുക്കെ ഓടിക്കണമെന്ന്. ഇത്രയും തിരക്കുള്ള ഈ സിറ്റിയിൽ ഈ റോഡിലൂടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണ്ടേ? അതെങ്ങനെയാ? വണ്ടി ഓടിക്കുന്നതിലൊന്നും അല്ലല്ലോ ശ്രദ്ധ, മറ്റു പലതിലും അല്ലേ ചിന്ത. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ വന്നത്. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? ഇനിയെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. അല്ലെങ്കിൽ എന്തിനാ അനി സ്കൂട്ടർ ഓടിക്കുന്നത്? എനിക്കിവിടെ കാർ എത്ര എണ്ണം ഉണ്ട്, അതിൽ കാർ എടുത്ത് ഓടിച്ചാൽ പോരെ? എൻ്റെ പൊന്നെ, ഇനി അനാമിക പറയാൻ ഒറ്റ ശ്വാസത്തിൽ ഒരു നിഘണ്ടു തന്നെ പറഞ്ഞു തീർത്തു അനാമിക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഇത് ആരാ ഇത്? അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അഭിയോട് ചോദിക്കുക, ഈ പുതിയ അവതാരം ഏതാണെന്ന് എനിക്കറിയാവോ? നീ കണ്ടതുപോലെ തന്നെയല്ലേ ഞാനും കണ്ടത്. ഇതാരാ ഇത് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടേ. അപ്പം എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും എല്ലാവരും കൂടെ ചോദിച്ചു, ആരാ മോനെ ഇതെന്ന്. അപ്പോൾ ഈ അനാമിക ആ പരിസരം മറന്നു പോയതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് ആരാ മോനെന്ന്. അപ്പോഴേക്കും അനി, ഇത് അനാമിക എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഈ ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അന്നേരം അവർ പറയുമ്പം, അത് ശരി, ഇതുവരെ എന്നെപ്പറ്റി ഇവരോട് ആരോടും അനി പറഞ്ഞിട്ടില്ല, അത് മോശമായിപ്പോയി. അനി അന്ന് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത്, അനി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും അനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ടാണ് വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടെന്താ അനി എന്നെക്കുറിച്ച് ഇവരോട് ആരോടും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ പറയാനൊരു സമയം കിട്ടിയില്ല. പിന്നെ അനാമിക ഓടിപ്പിടിച്ചിങ്ങോട്ടേക്ക് കയറി വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഓടിപ്പിടിച്ച് കയറി വന്നത് ഇപ്പോൾ കുഴപ്പം. ഇതുപോലെ പോയി ഓരോ അബദ്ധങ്ങൾ കാണിച്ചു വെച്ചതിനൊന്നും കുഴപ്പമില്ലല്ലേ എന്ന് ചോദിച്ചു. മോളെന്തായാലും ഇതുപോലെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് അന്നേരം അവരെല്ലാവരും കൂടെ പറയാം. അല്ല, എനിക്കിങ്ങനെ ഒരു ഇത് വന്നു എന്ന് കേട്ടപ്പോഴേ എനിക്ക് ആകെ ടെൻഷനായിപ്പോയി, ആകെ വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ പറയണു. പിന്നെ അനാമിക അവിടെ വിളിച്ചിരുത്തി എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചു, അനാമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. ഈ പറയുന്ന നമ്മുടെ അനാമിക ഇനി അനിയുടെ ലവർ വല്ലതും ആണോ എന്നുള്ളത്. അപ്പോൾ അനി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അനിക്ക് അനാമികയോട് ഇഷ്ടമുണ്ട്. അങ്ങനെ അനാമിക അവിടെ ഓടിക്കയറി വന്നു. ഇവരുടെ എല്ലാവരുടെയും മനസ്സ് കയ്യിലെടുത്തു. കാരണം അനിയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു ആപത്ത് സംഭവിച്ചപ്പോഴത്തേക്കും ഓടിപ്പാഞ്ഞു വന്ന അത്രയും നല്ലൊരു പെൺകുട്ടി. അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അനാമികയെ കാണുക. ഇതേ സമയത്ത് അവിടെ നമ്മുടെ നന്ദുവിൻ്റെ ഇരിപ്പിറക്കുന്നില്ല. കാരണം അനാമിക വിളിച്ചു. അതുപോലെ തന്നെ അനിയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പം അനാമികയിലേക്കാക്കി. തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്കിന്നുണ്ടായ ആക്സിഡൻറ്റ് അതറിയാൻ വേണ്ടി വിളിച്ച അനാമിക. അങ്ങനെ നൂറ് കാര്യങ്ങൾ നമ്മുടെ നന്ദു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നന്ദുവിനാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല, ആകെ ടെൻഷനാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു വഴിക്കായെന്ന് തന്നെ പറയാം. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന നന്ദുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വന്നു. കനകം നോക്കുമ്പോൾ എന്താ, മോളിങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കുക. അപ്പോൾ കനകത്തിന് മനസ്സിലായി നന്ദുവിന് എവിടെയോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കനകം വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദൂട്ടാ, നിനക്കെന്താ പറ്റിയത്? നീ എന്താ വിഷമിച്ച് നിൽക്കുന്നത്? ഞാൻ അനിയെക്കുറിച്ച് ഓർക്കായിരുന്നു എന്ന് പറഞ്ഞു. അനിയെക്കുറിച്ച് ഇത്ര മാത്രം ഓർക്കാൻ എന്താ? അതെ, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ആ പോക്ക് എന്തായാലും വേണ്ട. 2 ചേച്ചിമാരുടെ ജീവിതം എന്താണെന്ന് അറിയാമല്ലോ. ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും കഴിയില്ലെന്ന് അറിയാമല്ലോ. എന്തായാലും
ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിലെടുത്ത് വെക്കണ്ട. അതുമാത്രമല്ല, ഞങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന ഒരു കുടുംബത്തിലേക്കായിരിക്കണം നീ ചെന്ന് കയറാനായിട്ട്. അല്ലാതെ ഇനിയും അനന്തപുരി തറവാട് സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ എന്നൊക്കെ കനകം പറയാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അനന്തപുരി തറവാട് സ്വപ്നം കാണാനോ? എൻ്റെ അമ്മ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞപ്പോൾ, നന്ദൂട്ടാ, നീ ആരോട് വേണമെങ്കിലും കള്ളം പറഞ്ഞോ, ഈ അമ്മയോട് മാത്രം നീ കള്ളം പറയരുത്. കാരണം നീ എന്ത് ചിന്തിച്ചാലും അത് ഈ അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് അമ്മയോട് മാത്രം നീ കള്ളം പറഞ്ഞ് വിജയിക്കാമെന്ന് വിചാരിക്കേണ്ട. മനസ്സിലായല്ലോ? ഒരു കള്ളം എത്രത്തോളം കണ്ടുപിടിക്കാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ അമ്മ മകളോട് അതും പറഞ്ഞ് കനക അകത്തേക്ക് കയറിപ്പോയി. കനകം കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം നന്ദുവിന് ഇഷ്ടമാണ് അനിയെ നന്ദുവിന് ശരിക്കും ഇഷ്ടമാണ്. പക്ഷേ അത് പറയാൻ നന്ദുവിനെ കൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെ ആഗ്രഹം നടത്തിയെടുക്കാൻ നന്ദുവിനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ വിങ്ങി 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 നമ്മുടെ നന്ദു നടക്കുന്നു. നന്ദു ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനിയെ കളിയാക്കാനും ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കാനും തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കതൊക്കെ മനസ്സിലായിട്ടോ. അനി എന്നിട്ട് ഇടയ്ക്ക് നയനയെ നോക്കും. നയനെ നേരത്തേക്ക് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തായാലും കൂട്ടുകാരന് വയ്യെന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതല്ലേ, കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറഞ്ഞു അനിയോട്. അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അന്നേരം എടുത്ത് നാവുകൊണ്ട് പറയുവാണ് നമ്മുടെ അനാമിക. കണ്ടോ, കൂട്ടുകാരിക്ക് സംസാരിക്കാനുണ്ട്, നീ ചെല്ല് എന്ന് പറഞ്ഞ് അനിയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ വീടും പരിസരവും കാര്യങ്ങളൊക്കെ കണ്ട് അനാമികയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എന്താ അനാമികയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ ചോദിച്ചു. താനെന്താ ഓടിപ്പടിച്ചിങ്ങ് വന്നേന്ന് ചോദിച്ചപ്പം ഞാൻ ആ ഫോൺ വിളിച്ചപ്പോൾ കോൾ എടുത്തത് ആരാ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചേ. അപ്പോൾ എൻ്റെ കൂടെ നന്ദു ഉണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ അനി പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നന്ദു ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ, ഓ ആ പെണ്ണോ, അവൾ കാരണമാണോ പോയി വീണത്? അവള് കാരണമൊന്നുമല്ല, അവൾ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ അനിയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ അത്രത്തോളം ആരും ഇന്നേ വരെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് എൻ്റെ മനസ്സിനെ ഒരാൾ സ്വാധീനിക്കുന്നത്. അതിൻ്റേതായ ഒരു ഇഷ്ടം എനിക്ക് അനിയോടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. കാരണം എനിക്ക് അനാമിക ഇഷ്ടമാണ്. അത് വേറൊരു തലത്തിലുള്ള ഇഷ്ടമായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ല. അനി ഇങ്ങനെ ഒരു നേരത്തേക്ക് അമ്പരപ്പോട് കൂടി നിൽക്കാം. എന്തായാലും ഇപ്പം പെട്ടെന്നൊന്നും എനിക്ക് അതിനുള്ള മറുപടി പറയാൻ പറ്റില്ലെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് എന്തായാലും അനിയെ ഇഷ്ടമാണ്. അനിയുടെ ആ ഒരു തീരുമാനം അതെന്ത് തന്നെയാണെങ്കിലും അനി അതെന്നോട് തുറന്നു പറയണം. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അനി എന്നോടത് തുറന്നു പറയണം, പറയാതിരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അനാമിക കുറച്ച് ഫ്ലാഷ് ബാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനിയോടുള്ള ഇഷ്ടവും വെളിപ്പെടുത്തി അങ്ങനെ പോകാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ എന്താ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം പൊക്കോളാനായിട്ട് പറയാം. എന്തൊരു സാധനമാണെന്ന് നോക്കി, വന്നിട്ടൊരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ പൊക്കോളാൻ പറയുന്നു. ഇത് എന്തൊരു മര്യാദയാണെന്ന് ചോദിച്ചപ്പോൾ സോറി, ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തില്ല, എന്തെങ്കിലും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇത് ഞാൻ ചോദിച്ചു മേടിച്ചതല്ലേ, അതെനിക്ക് വേണ്ട, അറിഞ്ഞു തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, റെസ്റ്റ് എടുക്കണം, ഇനി ആ പെണ്ണിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്നും പോയേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അനാമിക പോകാനായിട്ട് റെഡിയാകുന്നു. ആ സമയത്ത് അനിയുടെ മനസ്സിൽ നൂറുകൂട്ടം ചിന്തകൾ വരുവാണ്. കാരണം നന്ദുവിനെക്കുറിച്ചുള്ള ആ ഒരു ആലോചനകൾ, നന്ദു എന്നുള്ള ആ ഒരു പേര് അനിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞു പോയൊരു ആ ഒരു അവസ്ഥ, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും അനാമിക വന്ന് പറഞ്ഞത് വെറുതെ ആയി പോകാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. അനിക്കും നന്ദുവിനോട് എവിടെയോ എന്തോ ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു അടുപ്പം, അതിൻ്റെ പേരെന്താണെന്നും നമ്മുടെ എനിക്കറിയില്ല, അതിനേത് പേരിട്ട് വിളിക്കണമെന്നുള്ളതും എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇവിടെ നടക്കുന്നു. നമ്മുടെ അനാമിക എല്ലാവരോടും യാത്ര പറയാനായിട്ട് വരുന്നു. അപ്പോൾ യാത്ര പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ മോൾ ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പോവും, ഞാൻ അനിയെ കാണാൻ വേണ്ടി വന്നതല്ലേ, എന്തായാലും അവനെ കണ്ടു സംസാരിച്ചു, ഇനിയിപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. അയ്യോ, വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാണ് പോണേന്നൊക്കെ അന്നേരം ഇവർ ചോദിക്കാം. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം, ഇനിയിപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, മോൾ ഇങ്ങ് പോരേന്ന് നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു. എന്നിട്ട് അനിയെ ഇങ്ങനെ ഒരു നോട്ടം. എന്തായാലും എല്ലാവർക്കും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ അനിയെ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ല രസകരമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.